സ്നേഹത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ കൊതി, ദാഹം എല്ലാ കാലത്തുമുള്ളതാണ്. സ്നേഹത്തിനു വേണ്ടി കൊതിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുവാൻ മനുഷ്യർ പാടുപെടുകയാണ്. ഇതൊരു വൈരുദ്ധ്യമായി തോന്നുമല്ലേ? നമുക്കൊരുമിച്ച് ചിന്തിക്കാം. യഥാർത്ഥ സ്നേഹം എന്തെന്നറിയാത്തതിനാലാണ് സ്നേഹിക്കുവാനോ സ്നേഹം ആസ്വദിക്കുവാനോ മനുഷ്യർക്ക് കഴിയാതെ പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നിടത്തോളം അർത്ഥവത്തായ നിർവചനം മറ്റെങ്ങും ലഭ്യമല്ല എന്ന് ഞാൻ പറയട്ടെ. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയോ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പാടുപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ഈ അധ്യായം ശ്രദ്ധിച്ചു വായിക്കുക, പഠിക്കുക, പ്രാവർത്തികമാക്കുക. ജീവിതം അനുഗ്രഹമാകും. ഇവിടെ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അഗാപ്പെ എന്നുള്ളതാണ്. നമുക്ക് ഈ അധ്യായത്തിലേക്ക് പ്രവേശിച്ച്, അതായത് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാം. ആ ഭാഗം എടുത്താട്ടെ. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 4 വാക്യം. കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 4 വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ 14 ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിന് വ്യക്തിത്വം നൽകി സംസാരിക്കുകയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ക്ഷമയോട് കൂടിയതും ദയോടു കൂടിയതുമായിരിക്കും. കോപത്തിന് എതിരായ ഗുണം. മറ്റുള്ളവരുടെ പ്രകോപനപരമായ ഇടപാടിൽ ക്ഷോഭിച്ച് പ്രതികാരം ചെയ്യുവാൻ മുതിരാതെ ആത്മനിയന്ത്രണം പാലിക്കുന്നു. ദയയില്ലാതെ സ്നേഹം അസാധ്യമാണ്. ദയയില്ലാത്ത സ്നേഹം പൂക്കളില്ലാത്ത വസന്തകാലം പോലെയും ചൂടില്ലാത്ത തീ പോലെയുമാണ്. എഫേസ്യർ 4 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ പൗലോസ് തന്നെ ഉപദേശിച്ചത് ഓർക്കുക. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഇതത്രേ അതിൻ്റെ ശരിയായ വശം. ഇനിയും മറുവശം കാണുക. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അസൂയാലു ആകുന്നില്ല എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതുകൊണ്ട് സ്നേഹം തൃപ്തിപ്പെട്ടിരിക്കും. സ്പർദ്ധയും അസൂയയും തമ്മിൽ അല്പവ്യത്യാസമുണ്ട്. ഇതരനുള്ളത് അപഹരിക്കുവാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാൻ സ്പർദ്ധ ശ്രമിക്കുന്നു. അസൂയ ഇതരനുള്ളതുപോലെ തനിക്കും വേണമെന്ന് ആഗ്രഹിച്ച് അസ്വസ്ഥമായിരിക്കും. സ്നേഹമാണെങ്കിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ അതൃപ്തി കാണിക്കുന്നില്ല. ഈ ലോകത്തിലെ ജീവിതം അസമത്വത്താൽ നിറഞ്ഞതാകുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ചില ആളുകൾ വലിയ ധനികരായിരിക്കുമ്പോൾ മറ്റു ചിലർ വളരെ പാവപ്പെട്ടവരാകുന്നു. ചിലർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോൾ വേറെ ചിലർക്ക് ജീവിതത്തിൽ ഒരു സുഖമോ സന്തോഷമോ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവമക്കളായവർ തന്നെ ഇപ്രകാരം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ആ മനുഷ്യനെ വളരെയേറെ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ട് എനിക്ക് അല്പം പോലും നൽകാതിരിക്കുന്നത്? ഇതുപോലുള്ള എത്രയെത്ര പരാതികൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈ ജീവിതത്തിൽ അസമത്വങ്ങളുണ്ടെന്ന് സ്നേഹം അംഗീകരിക്കുന്നു. മാത്രമല്ല തൻ്റെ അവസ്ഥയിൽ സ്നേഹം തൃപ്തിപ്പെട്ടിരിക്കുന്നു. അസൂയ എന്ന ആഴിയിൽ എരിഞ്ഞമരുന്ന ആയിരങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. മനുഷ്യജാതിയിൽ ആദ്യമായി ഉണ്ടായ കൊലപാതകം അസൂയയാലായിരുന്നു. സ്പർദ്ധ ഇന്നും എത്ര വലിയ വിപത്താണ് സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത്. കുടുംബങ്ങൾ തകർക്കുന്നു, സഭകൾ ഭിന്നിപ്പിക്കുന്നു, അയൽക്കാർ തമ്മിൽ തല്ലുന്നു. അനേകരെയും നിയന്ത്രിക്കുന്ന ഘടകം അസൂയയാണ്. അന്യോന്യം അംഗീകരിക്കുവാൻ കഴിയാത്ത അസൂയ. മകനും മരുമകളും തമ്മിൽ സ്നേഹമായിരിക്കുന്നത് കാണുവാൻ ഇഷ്ടമില്ലാത്ത മാതാപിതാക്കന്മാർ, മകനെയോ മകളെയോ മാതാപിതാക്കന്മാർ കൂടുതൽ സ്നേഹിക്കുന്നത് സഹിക്കാത്ത മരുമക്കൾ. അങ്ങനെ അസൂയ നശിപ്പിക്കുന്ന നമ്മുടെ സമൂഹം എത്ര വികൃതമാണ്. ക്രിസ്തീയ ശുശ്രൂഷകളെപ്പോലും സ്പർദ്ധ പലപ്പോഴും നശിപ്പിക്കാറുണ്ട്. എന്നേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള ചിന്ത എത്ര നികൃഷ്ടമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അസൂയ ഒരിക്കലും താങ്കളെ നന്നാക്കില്ല. താങ്കൾക്കൊരു ഗുണവും ചെയ്യില്ല. ആദ്യം മറ്റുള്ളവരെയും പിന്നീട് താങ്കളെയും നശിപ്പിക്കുക മാത്രമേ ചെയ്യൂ. വലിയ വലിയ പാപങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പലതിനോടും ധീരമായി ചെറുത്തു നിന്ന് വിജയം വരിച്ചവർ എന്ന് ചിന്തിക്കുന്നവർ പോലും അസൂയയുടെ അടിമകളായിരിക്കുന്നു എന്ന് കാണാവുന്നതത്രേ. ജനങ്ങളുടെ ഇടയിൽ യേശുവിൻ്റെ ശുശ്രൂഷ വളർന്നു വന്നിരുന്ന കാലയളവിൽ
സ്നാപക യോഹന്നാൻ അസൂയൊന്നുമില്ലാതെ കാണിച്ച മാതൃക നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ പറഞ്ഞത് അവൻ വളരണം, ഞാനോ കുറയണം. എത്ര മനോഹരമായ പ്രസ്താവനയില്ലേ. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യമാകുന്നു ഉള്ളതെന്നും ഓരോരുത്തർക്കും കർത്താവിനായി വ്യത്യസ്തങ്ങളായ ശുശ്രൂഷയാകുന്നു നിർവഹിക്കേണ്ടത് എന്നുള്ളതും നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞ വാക്കുകളാണ് നാം പരിഗണിക്കേണ്ടത്. ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യോഹന്നാൻ 21:22. അസൂയ ലേശം പോലും ഇല്ലാതെ മറ്റൊരു വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണം നാം കാണുന്നത് യോനാഥാനിലാകുന്നു. ഇവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഓർക്കണം. യോനാഥാൻ ആ രാജ്യത്തെ അടുത്ത രാജാവാകേണ്ടവനാണ്. ദാവീദ് ആ സ്ഥാനത്തേക്ക് വരുമെന്ന് യോനാഥാന് തന്നെ അറിയുകയും ചെയ്യാമായിരുന്നു. എന്നിട്ടും ജീവന് തുല്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാലോ? പലപ്പോഴും നാം അസൂയപ്പെടുന്നത് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവരോടോ ഒരാവശ്യവുമില്ലാത്ത സാഹചര്യങ്ങളിലുമാണ്. ഈ അസൂയ കൊണ്ട് പിശാച് മനുഷ്യനെ നശിപ്പിക്കുകയാണ്. എന്നിട്ടും മിടുക്കരെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്ക് ഇതേക്കുറിച്ച് അറിയില്ല എന്നതാണ് വിചിത്രം. ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടി പറയട്ടെ. മറ്റുള്ളവർക്കുള്ള എന്തെങ്കിലും എനിക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതല്ല അസൂയ എന്ന് മറന്നു പോകരുത്. എങ്ങനെയും അത് സ്വന്തമാക്കുവാനുള്ള എരിവ് അസൂയയാണ്. സ്നേഹം നിഗളിക്കുന്നില്ല എന്ന് പിന്നീട് പറയുന്നു. ഒരു തർജിമയിൽ പറയുന്നത് സ്നേഹം സ്വയം പ്രകടിപ്പിക്കുന്നില്ല. ഞാൻ ഏതോ ആകുന്നു എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാനുള്ള തത്രപ്പാടൊന്നും സ്നേഹത്തിനില്ല. പലരും വളരെ ആത്മീയമായി തന്നെ സ്വയം പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കാണാറില്ലേ? തങ്ങളുടെ അപ്രകാരത്തിലുള്ള പരിശ്രമം എത്ര മോശപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നത് അത്രേ വിചിത്രം. ഒരിക്കൽ ഒരു യുവപ്രസംഗകൻ ഒരു കോൺഫറൻസിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ഒരു പ്രസംഗകനല്ല എന്ന് നിങ്ങൾ അറിയണം. ഞാൻ സെമിനാരിയിലോ ബൈബിൾ കോളേജുകളിലോ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് BD-യും DD-യും ഒന്നുമില്ല. ഞാൻ അറിവില്ലാത്തൊരു പ്രസംഗകനാകുന്നു എന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ബിഷപ്പ് ഒടുവിൽ പറഞ്ഞു, കുഞ്ഞെ, താങ്കൾക്ക് അഭിമാനിക്കുവാൻ വളരെയേറെ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഈ അറിവില്ലായ്മയെക്കുറിച്ച് നിഗളിക്കുന്നതും അപകടകരം തന്നെയാണ്. ഞാൻ മറ്റു പലരെയും പോലെ ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ലെങ്കിലും എനിക്ക് ഇത്രയും വലിയ അറിവുകളുണ്ട്. അത് ഞാൻ സ്വയമായി നേടിയതാണെന്ന് അഹങ്കരിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. ഇവർ പിൻപിൽ കൂടിയോ മുൻപിൽ കൂടിയോ സ്വയം പ്രകടമാക്കും. പലരുടെയും സാക്ഷ്യം ശ്രദ്ധിച്ചാൽ ഈ നിഗളം വ്യക്തമാണ്. താഴ്മ പ്രകടമാക്കുന്നത് വാക്കുകൾ കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും ഒന്നുമല്ല, ജീവിതം കൊണ്ടാണ്. ഈ നിഗളിച്ചിരിക്കുന്നവരിൽ ഒരിക്കലും സ്നേഹമില്ല എന്നത് വ്യക്തമാണ്. അവർ തങ്ങളിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുന്ന ഉപയോഗശൂന്യരായ ആളുകളാണ്. ദൈവം ഒരു ദൈവപൈതലിന് നൽകിയിട്ടുള്ള കഴിവിൽ അവൻ വിശ്വാസം അഥവാ ഉറപ്പ് ഇല്ലാത്തവനായിരിക്കണം എന്ന അർത്ഥമല്ല ഇവിടെ. ഒരു വ്യക്തിക്ക് അതിമനോഹരമായൊരു ശബ്ദമുണ്ടെങ്കിൽ താനൊരു ശരാശരി പാട്ടുകാരനാകുന്നു എന്ന് മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കുവാൻ അയാൾ മിനക്കെടേണ്ടതില്ല. ഉള്ള കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുന്നതാണ് താഴ്മ. തുടർന്ന് പറയുന്നു, ചീർക്കുന്നില്ല എന്ന്. നിഗളത്താൽ ഊതി വീർക്കുന്നത് പോലെയാകുക. വേറെ വിധത്തിൽ പറഞ്ഞാൽ കാറ്റിന്മേൽ സഞ്ചരിക്കുന്നില്ല. സൈക്കിളിൻ്റെ ടയറിൽ കാറ്റുള്ളപ്പോൾ പോകുന്നതും പഞ്ചറായതിനു ശേഷം പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് കാറ്റ് പോയി പഞ്ചറായ അനേകം ദൈവമക്കളെ നമ്മുടെ ഇടയിൽ കാണാവുന്നതാണ്. ഒരു സമയത്ത് അവർ ഊതി വീർത്തിരുന്നതാണ്. എന്നാൽ ഇന്ന് കാറ്റെല്ലാം പോയിരിക്കുന്നു. കാറ്റ് പോയി കഴിഞ്ഞാൽ കാശിന് കൊള്ളാത്തവർ. ഈ നിഗളവും ചീർത്തിരിക്കുന്ന അവസ്ഥയും ഏതാണ്ട് ഒന്നു തന്നെയാണ്. നിഗളം എന്ന് പറഞ്ഞാൽ പുറമെ കാണിക്കുന്നതും ചീർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അകത്തെ അവസ്ഥയെ കാണിക്കുന്നതും അത്രേ. ആദ്യം പറഞ്ഞത് മറ്റുള്ളവർക്ക് കാണാവുന്നതാണ്, രണ്ടാമത്തേത് കാണുവാൻ സാധ്യമല്ല, അത്രമാത്രം. ഈ ചീർത്തിരിക്കുന്ന അവസ്ഥ ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ സ്ഥിതിയാണ്. പല നിറത്തിലും പല ആകൃതിയിലുമുള്ള ബലൂൺ ഊതി വീർപ്പിച്ച് കഴിയുമ്പോൾ എന്തൊരു രസം! എന്നാൽ അല്പം ഒരു ചൂടോ ഒരു മുട്ടുസൂചിയുടെ മുനയോ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ അറിയാം അതുവരെ പ്രകടിപ്പിച്ചിരുന്ന രസം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തവ ആയിരുന്നു എന്ന്. അല്പം കാറ്റിന് പുറത്ത് ചുറ്റിയിരുന്ന ഒരു കഷ്ണം റബ്ബർ മാത്രമായിരുന്നു അതെന്ന് എല്ലാവരും മനസ്സിലാക്കും. വളരെ സ്നേഹം നടിച്ച് നാടിളക്കിയ അനേകരും ഒരു സൂചിമുന കൊണ്ട് ഇന്ന് അനങ്ങാതിരിക്കുന്നു. തങ്ങളുടെ പഴയ കാലത്തെ വീരപരാക്രമങ്ങളുടെ ആ കാറ്റുണ്ടല്ലോ, ആ കാറ്റിനെ ഒരു കഷ്ണം റബ്ബറിനുള്ളിൽ കയറ്റി ഊതി വീർപ്പിച്ച് സ്റ്റേജുകൾ ഇളക്കിയ അനേകരും അല്പം ചൂട് തട്ടിയതിനാൽ ഇന്ന് കാറ്റ് പോയി കഴിയുന്നു. എത്ര
വിചിത്രമല്ലേ? ഒരു ദൈവപൈതലിൻ്റെ ഹൃദയത്തിലെ സ്നേഹം ചീർക്കുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുന്നു. തൻ്റെ തന്നെ പ്രാധാന്യതയിൽ അവൻ ഊതി വീർത്തിരിക്കില്ല. ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന വരങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ദൈവത്തെ സന്തോഷത്തോടെ സേവിക്കുന്നു. എന്നാൽ അവൻ അത് താഴ്മയോടും ദൈവത്തിലുള്ള പൂർണ്ണ സമർപ്പണത്തോടുമാകുന്നു അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ പറയുന്നു സ്നേഹം ചീർക്കുന്നില്ല എന്ന്. ഇത് വേറെ ആരാണ്ടുടെ കാര്യമാണ് പറയുന്നതെന്ന് ചിന്തിച്ച് നമുക്ക് മാറിയിരിക്കുവാൻ സാധ്യമല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ്. ഈ പാപത്തിൽ വീഴാത്തവർ ചുരുക്കമാണ്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ലജ്ജ തോന്നുന്ന നിലയിൽ നടക്കുന്നില്ല എന്ന അർത്ഥമാണ്. യോഗ്യമല്ലാത്ത നടപ്പ് ഉപേക്ഷിക്കുന്നു, ഏതെങ്കിലും പ്രത്യേക വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ചുരുക്കം. വിശ്വാസികളെ ഒരു പ്രത്യേക ജനം എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യം തന്നെ. എന്നാൽ അവർ ആർക്കും ചേരാത്ത വിധം നടക്കുവാൻ പാടില്ല. നാം മര്യാദ കാണിക്കണം. പ്രാകൃതമായി പെരുമാറുവാൻ പോകരുത്. വളരെ പരുക്കനായി പെരുമാറുന്ന അനേകരെ ഇന്ന് കാണാവുന്നതാണ്. അവരുടെ സംസാരമൊക്കെ എത്ര മോശപ്പെട്ടതാണ്. എന്നാൽ സ്നേഹം ഒരിക്കലും അങ്ങനെ അയോഗ്യമായി ഇടപെടാറില്ല. ഇവിടെ പെരുമാറുന്ന ആ പെരുമാറ്റ രീതിയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നതെന്ന് വ്യക്തമാണ്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലുമുള്ള പെരുമാറ്റങ്ങൾ വ്യത്യാസപ്പെടുന്നത് ക്രിസ്തുവിൽ ആകുമ്പോഴാണ് ആ സ്നേഹം. എനിക്ക് തോന്നുന്നത് പോലെ ജീവിച്ചുകൊണ്ട് ഒരു ദൈവപൈതലായിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതാണോ? തുടർന്ന് പറയുന്ന സ്നേഹം സ്വന്തം കാര്യങ്ങൾ അല്ല അന്വേഷിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൻ്റെ പിൽക്കാല ഉദ്ദേശം പോലും പരിശോധിക്കുന്നതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് സ്നേഹം ഓരോ പ്രവൃത്തിക്കും മുൻപേ ചോദിക്കുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലാണോ ഞാനിത് ചെയ്യുന്നത് എന്ന് എപ്പോഴും ചോദിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. ശുശ്രൂഷയുടെ പിൻപിലെ രഹസ്യം സ്നേഹമാണ്. സ്വന്തം കാര്യങ്ങളെ മറക്കുവാൻ തയ്യാറുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുവാൻ സാധിക്കൂ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും എന്നതിനേക്കാൾ എനിക്ക് എന്തിടുവാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം ഒരു ദൈവപൈതലിൻ്റെ ചോദ്യം. അതുമാത്രമല്ല, സ്നേഹം ദ്വേഷ്യപ്പെടുന്നില്ല. മുൻകോപമില്ല എന്ന് നമ്മെ പ്രകോപിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണം, അതത്ര ഇവിടുത്തെ വിഷയം. ചിലർക്ക് ഏതൊരു കാര്യവും മുഷിച്ചിലുണ്ടാക്കുന്നതാണ്. അവർ സകലത്തിനോടും എതിർപ്പ് പ്രകടിപ്പിക്കും. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുവാൻ സ്നേഹം മുതിരുകയില്ല. ചുരുക്കത്തിൽ സ്നേഹം പെട്ടെന്ന് മുറിവേൽക്കാത്ത അവസ്ഥയാണ്. ചിലർ പറയാറുണ്ട്, എനിക്ക് ഇന്നാരോട് ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ പ്രതികരിച്ചത്. സ്നേഹമുണ്ടെങ്കിൽ തെറ്റായി പ്രതികരിക്കുകയില്ല സുഹൃത്തെ. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം സ്നേഹമില്ലാത്തതല്ലേ? ആ സ്നേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കൂ. അത് ലഭിക്കുന്നതുവരെ സ്വസ്ഥമായിരിക്കരുത്. സ്നേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത, അത് ദോഷം കണക്കെടുന്നില്ല എന്നുള്ളതത്രേ. ഏഷണി പറയുന്നതിൽ പലരും വളരെയേറെ താല്പര്യം കാണിക്കുന്നത് എത്ര ശോചനീയമാണ്. അഴുക്കിൽ കിടന്ന് ഉരുളുന്നത് പോലെ ആകുന്നു അനേകരും. ഒരു തർജിമ ഇപ്രകാരമാണ്, ഒരിക്കലും അത് വൈര്യം വെച്ചു പുലർത്തുകയുമില്ല. മറ്റുള്ളവർ തന്നോട് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റത് കാര്യമാക്കുന്നില്ല. സ്നേഹമില്ലാത്തതിനാൽ എത്രയെത്ര ബന്ധങ്ങളാണ് തകരുന്നത്. കുടുംബ ബന്ധങ്ങൾ, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ. കാരണം അന്വേഷിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം ചികഞ്ഞെടുത്തുകൊണ്ടുവരും. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഇടപെട്ട വിധം ഒത്തിരുന്നില്ല എന്നോ, സാരി ചോദിച്ചപ്പോൾ വാങ്ങിക്കൊടുത്തില്ല എന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ വർഷം എത്ര കഴിഞ്ഞാലും കണക്ക് കൂട്ടി വച്ചിരിക്കും. സുഹൃത്തെ, സ്നേഹമുണ്ടെങ്കിൽ ആ തെറ്റ് താങ്കൾ അന്നേ മറക്കും. അറിവില്ലാത്ത സമയത്ത് ചെയ്ത തെറ്റ് അന്യോന്യം ക്ഷമ ചോദിച്ചും മറക്കുവാൻ പറഞ്ഞ കാര്യം ഇന്നും കുത്തിപ്പൊക്കുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം? മറ്റുള്ളവരുടെ തെറ്റുകളുടെ കണക്ക് സൂക്ഷിക്കുന്നവർ വലിയ തെറ്റാണ് ചെയ്യുന്നത്. പല കുടുംബ ജീവിതങ്ങളും തകർന്നത് തുടങ്ങിയപ്പോൾ മുതൽ കണക്ക് കൂട്ടി വെച്ചിരുന്ന ദോഷങ്ങൾ കൊണ്ടാണ്. ദോഷങ്ങളെല്ലാം, തെറ്റുകളെല്ലാം കണക്ക് കൂട്ടി വയ്ക്കുന്നതിൻ്റെ സമ്മർദ്ദത്തിൽ ഒരൊറ്റ ബന്ധവും നിലനിൽക്കില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി കൂട്ടി വെച്ചാൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പൊറുക്കുമെന്നാണോ? അങ്ങനെ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുകയും ദൈവസ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ മറ്റുള്ളവരുടെ തെറ്റുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആ കടലാസ് വലിച്ചു കീറി ദൂരെ കളയണം. അതെ, ഞാൻ പറയട്ടെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ?
താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ആറാം വാക്യം, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. അന്യായമായ കാര്യങ്ങളിൽ സ്നേഹം സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. താങ്കളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നത് എന്താണ്? നല്ലതോ മോശമായവയോ? എന്താണ് താങ്കൾക്ക് ആഹ്ലാദം തരുന്ന കാര്യം? ഒരാളുടെ ഉയർച്ചയോ താഴ്ചയോ? താങ്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിക്ക് എന്തെങ്കിലും ദോഷമായത് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുമോ, ദുഃഖിപ്പിക്കുമോ? താങ്കളുടെ ശത്രു കഷ്ടത്തിലായത് എങ്ങനെയാണ് താങ്കൾ വീക്ഷിക്കുന്നത്? ഈ കുറ്റബോധത്തെ കൈകാര്യം ചെയ്യുന്ന രണ്ട് വിധങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തി അങ്ങനെ തിരുവചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താവുന്നതാണ്. അതല്ല എങ്കിൽ ദൈവവചനത്തിലെ പ്രമാണങ്ങളെ നമ്മുടെ ജീവിത രീതിക്കനുസരിച്ച് മാറ്റി അങ്ങനെ ജീവിക്കുക. ഒന്നുകിൽ നമ്മുടെ പാപങ്ങളെ നാം തന്നെ കൈകാര്യം ചെയ്യുക, അല്ലെന്ന് വരികിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചവ നീതിയായവയെന്ന് നമുക്ക് തോന്നത്തക്കവണ്ണം നിർത്തുക. ആറാം വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമാകുന്നു ലഭിക്കുന്നത്. അനീതിയിലോ സത്യത്തിലോ സന്തോഷിക്കുന്ന അവസ്ഥ. അനീതിയെ ന്യായീകരിച്ച് മറ്റെന്തെങ്കിലും പേരിൽ അതിനെ അറിയാത്തിടത്തോളം അതിൽ സന്തോഷിക്കുവാൻ സാധ്യമല്ല. പാപത്തെ പാപമല്ലാത്തതുപോലെ കാണിക്കുന്ന പ്രവണത ഇന്ന് സർവ്വസാധാരണയാണ്. ബൈബിളിൽ പാപമെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ പോലും തെറ്റാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഒരു കഴിവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നാൽ ചില ന്യായവാദങ്ങൾ മുഴക്കി തങ്ങളുടെ തെറ്റിൽ സന്തോഷിക്കുന്നവർ കുറവല്ല. എന്നാൽ ഒരു ദൈവപൈതലിന് ഒരിക്കലും പാപത്തിൽ സന്തോഷിക്കുവാൻ സാധ്യമല്ല. പാപത്തിൻ്റെ ഫലമായിട്ടാണ് ക്രിസ്തു നീചമായ ക്രൂശുമരണം വരിക്കേണ്ടി വന്നത്. ഇതുമൂലം നീതീകരണം പ്രാപിച്ച വ്യക്തി പാപത്തെ വെറുക്കും. അതെ, പാപത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ അവനെ അസ്വസ്ഥനാക്കും. അതിൽ നിന്ന് എത്രയും അകന്നു നിൽക്കുവാൻ മാത്രമേ അവൻ ചിന്തിക്കൂ. പാപം ഒരിക്കലും ഒരു ദൈവപൈതലിനെ രസിപ്പിക്കുകയില്ല. ദൈവത്തിൽ മാത്രമേ അവന് പ്രമോദിക്കുവാൻ കഴിയൂ. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ദൈവപൈതലായി തീർന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം 1 കൊരിന്ത്യർ 13:7 ആകുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെടുന്ന അനേകരുണ്ട്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായവ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നീതീകരണം പ്രാപിച്ച ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യത്തോളം പ്രധാനപ്പെട്ട മറ്റൊന്നില്ല. ദൈവസ്നേഹം ഹൃദയത്തിൽ പകരപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് 4 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അവനെല്ലാം പൊറുക്കുന്നു, അവനെല്ലാം വിശ്വസിക്കുന്നു, അവനെല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇവയിൽ ഓരോന്നും 2 നിലപാടുകളിൽ നിന്നുകൊണ്ട് നാം പരിഗണിക്കേണ്ടതാണ്. ഒന്ന്, ഈ ലോകത്തിൽ മറ്റാരെയും ഉൾപ്പെടുത്താതെ എന്നോട് വ്യക്തിപരമായി അതെന്താണ് പറയുന്നത്. 2, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ അത് എന്നോട് എന്താണ് പറയുന്നത്. തങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തോടൊപ്പം ജീവിക്കേണ്ടത് എങ്ങനെയാകുന്നു എന്ന് തങ്ങളുടെ രോഗികളെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഏറ്റവും അധികം പ്രയാസമുള്ള കാര്യം. നമ്മുടെ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും മറ്റ് മനുഷ്യരിൽ നിന്നല്ല ഉണ്ടാകുന്നതെന്നത് ഒരു യാഥാർത്ഥ്യം മാത്രം. അതെ, അവ നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായി ചേർന്ന് പോകുവാൻ നാം പ്രയാസപ്പെടുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, നാം നമ്മോട് ചേർന്ന് പോകുവാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നതാണ്. ഇത് വളരെ സ്വാഭാവികമാണ്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത അനേക കാര്യങ്ങൾ നമ്മിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉയരം ഇഷ്ടമല്ല, നമ്മുടെ ഭാരം ഇഷ്ടമല്ല, നമ്മുടെ സാമ്പത്തിക നില ഇഷ്ടമല്ല, നമ്മുടെ സാമൂഹ്യ നിലയും ജാതിയും കുടുംബവും നിറവും മുഖത്തിൻ്റെ ആകൃതിയുമൊക്കെ ഇഷ്ടപ്പെടാത്ത നാം നമ്മോട് തന്നെ അതൃപ്തിയിൽ കഴിഞ്ഞുകൂടുന്നു. ഈ പറഞ്ഞതിൽ ഒട്ടുമുക്കാലും ഒരു പ്രകാരത്തിലും മാറ്റുവാൻ സാധിക്കാത്തതാണ്. ജനിച്ച കുടുംബത്തെ മാറ്റാമോ? വർഗത്തെ മാറ്റാമോ? ഉയരത്തിന് മാറ്റം വരുത്താമോ? സാധ്യമല്ല. അഥവാ ഒന്നിന് മാറ്റം വരുത്തിയാൽ തന്നെ താങ്കളാൽ മാറ്റുവാൻ സാധിക്കാത്ത 9 വേറെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ഇരിക്കെ അവയെ അംഗീകരിച്ച് അവയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ പഠിക്കാത്തിടത്തോളം മറ്റാരുടെയെങ്കിലും കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കില്ല സുഹൃത്തെ. ബന്ധങ്ങളിലെ ഉലച്ചിലിൻ്റെ അതിപ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതത്രേ. എന്നാൽ നാം നമ്മോടൊപ്പം ജീവിക്കുവാൻ പഠിച്ചെന്നാൽ
നാം മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന പ്രശ്നത്തെ നേരിട്ടേ മതിയാകൂ. അതുകൊണ്ട് ഇത് നാം രണ്ട് നിലയിൽ നിന്നും വീക്ഷിക്കേണ്ടതുണ്ട്. അവ എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്, അവ എങ്ങനെയാണ് മറ്റുള്ളവരെ ബാധിക്കുന്നത്. ഒന്നാമത് പൗലോസ് പറയുന്നത് സ്നേഹം എല്ലാം പൊറുക്കുന്നു എന്നത്രേ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഭംഗിയായി മൂടുക എന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദമാണ് പൊറുക്കുക എന്നിവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഭംഗിയായി മൂടുക, ഏതെങ്കിലും വിധത്തിലുള്ള ചോർച്ചയ്ക്ക് സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ഒരു പൊതിച്ചിലാകുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്. മേൽക്കൂര എന്ന് ഈ വാക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മഴവെള്ളം ചോർന്നിറങ്ങാതിരിക്കുക എന്നതാണല്ലോ മേൽക്കൂരയുടെ ഒരു പ്രധാന ഉദ്ദേശം. സംരക്ഷണമാകുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന വിധത്തിൽ നാം ആകാതിരിക്കുക. ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവ പൈതലായി തീർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ഭാരങ്ങളെ, പ്രശ്നങ്ങളെ മറ്റുള്ളവർക്ക് ബാധിക്കാത്ത വിധം സൂക്ഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. അനേകർക്കും ഈ കഴിവില്ല എന്നതാണ് വിചിത്രം. തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രശ്നമാക്കുന്ന പ്രവണത സർവ്വസാധാരണയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതർക്ക്. നമ്മുടെ സ്വന്തം ഭാരങ്ങളെ വഹിക്കുന്നതിനുള്ള ശക്തി തരണേ എന്ന് ദൈവത്തോട് എന്നും നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മുൻപിൽ കരഞ്ഞ് അവരെ മുഷിപ്പിക്കുന്ന പ്രവണത ഒരിക്കലും നല്ലതല്ല. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയരുത് എന്നല്ല ഞാൻ അർത്ഥമാക്കിയത് കേട്ടോ. നാം അന്യോന്യം ഭാരങ്ങളെ ചുമക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ ഭാരങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രശ്നമാകരുത്. നമ്മുടെ രോഗം കൊണ്ട് ഡോക്ടറെ കാണുവാൻ പോകരുതെന്നോ നമ്മുടെ ആത്മീക പ്രശ്നം മറ്റുള്ളവരോട് പറയരുതെന്നോ അല്ല ഞാൻ അർത്ഥമാക്കിയത്. പിന്നെയോ, ദൈനംദിന ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നാം മറ്റുള്ളവർക്കും കൂടി തലവേദന ആക്കാറുണ്ടോ? നമ്മുടെ സ്വന്തം കാര്യം കഴിഞ്ഞ് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ഇതൊന്ന് നോക്കാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നാം അറിഞ്ഞാൽ അത് ചോർത്താതെ സൂക്ഷിക്കുവാൻ സാധിക്കുമോ? മറ്റുള്ളവർക്ക് താങ്കളെ വിശ്വസിക്കാമോ? കൂട്ടായ്മകളിൽ പോലും ഈ വിധത്തിലുള്ള ആളുകളെ കണ്ടുകിട്ടുവാൻ പ്രയാസമാണെന്നുള്ളത് ശോചനീയമായി തോന്നുന്നു. ആരെങ്കിലും താങ്കളോട് എന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് അതുപോലെ സൂക്ഷിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നത് സ്നേഹമൊന്നുകൊണ്ട് മാത്രമാണ്. സ്വന്തം അവസ്ഥ ചോരാതെ സൂക്ഷിക്കുന്നവരെ മാത്രമേ മറ്റുള്ളവർ വിശ്വസിക്കൂ. അനേകരും എനിക്ക് കത്തെഴുതി എന്നോട് പറയാറുണ്ട്, അവരുടെ രഹസ്യം ആരും അറിയരുത്, റേഡിയോയിൽ കൂടി വായിക്കരുതെന്നൊക്കെ. ഞാൻ പറയാറുണ്ട്, അതെന്നോട് സൂചിപ്പിക്കേണ്ടതുപോലും ഇല്ല. ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് എഴുതുന്ന കാര്യങ്ങൾ പരമരഹസ്യമായി തന്നെ സൂക്ഷിക്കാറുണ്ട്. അതാണല്ലോ എൻ്റെ ശുശ്രൂഷ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അവരോട് ആരോ പറഞ്ഞത്രേ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഉപദേശിമാരോട് പറയരുത്, അവർ അത് നാട്ടിലെല്ലാം പാട്ടാക്കുമെന്ന്. അങ്ങനെയുള്ളവരും കാണും. എന്നാൽ ദൈവമക്കളോട് നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയ്ക്കായി പങ്കിടാവുന്നതാണ്. പൗലോസ് ഈ വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു എന്നത്രേ. ഈ പ്രസ്താവന പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എല്ലാം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും നമ്മെ വിഡ്ഢികളാക്കാമെന്നല്ല. കറുപ്പ് വെളുപ്പാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്നല്ല. സ്നേഹിക്കുന്നവരുടെ വാക്കുകളെ, അവരുടെ നന്മയെ കരുതി വിശ്വസിക്കുന്നു. മറ്റൊരാളെപ്പറ്റി ദോഷമായി പറയുന്നതെല്ലാം വിശ്വസിക്കുന്നത് വിദ്വേഷത്തിൻ്റെ ലക്ഷണമാണ്. സ്നേഹം മറ്റുള്ളവരുടെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്നില്ല. വിശ്വസിക്കുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിപരമായി എന്തെങ്കിലും അംഗീകരിക്കുന്നു എന്നല്ല, പിന്നെയോ ശരിയായ മനോഭാവത്തോടെ കാര്യങ്ങളെ കാണുക എന്ന അർത്ഥമാകുന്നു. വേറൊരുവിധത്തിൽ പറഞ്ഞാൽ സ്നേഹം കഴിയുന്നത്രയും സകല കാര്യങ്ങളെക്കുറിച്ചും നല്ല ഒരു കാഴ്ചപ്പാട് ഉള്ളതായിരിക്കും. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെലുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന നന്മകളെ ശ്രദ്ധിക്കുവാനും അവയിൽ സന്തോഷിക്കുവാനും എന്നാലാവത് ഞാൻ ചെയ്യണം. ഇല്ലായ്മയെ നോക്കിയാൽ ഭാരപ്പെടുവാൻ മാത്രമേ കഴിയൂ. ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പരാതിപ്പെട്ടെന്നിരിക്കട്ടെ, ഞാൻ രോഗിയാണ്, എത്ര കഷ്ടമായിരിക്കുന്നു എന്ന്. അത് തീർച്ചയായും പ്രയാസമുള്ള ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ ആ വ്യക്തി സാമ്പത്തിക തകർച്ചയിലല്ലല്ലോ എന്നത് നല്ല കാര്യമാണ്, ഇല്ലേ? വേറൊരാൾ വന്ന് പറഞ്ഞെന്ന് വന്നേക്കാം, ഓ ഞാൻ ആകെ സാമ്പത്തിക തകർച്ചയിലാണ്. അത് വളരെ പ്രയാസമുള്ള അവസ്ഥ തന്നെയാണ്. എന്നാൽ അയാൾ രോഗിയല്ല എന്നതിൽ ആശ്വസിക്കാമല്ലോ, അത് നല്ല കാര്യമല്ലേ? അത്രയും കൊണ്ടായില്ല മറ്റൊരാൾ വന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഞാൻ രോഗിയുമാണ്, സാമ്പത്തിക തകർച്ചയിലുമാണ് എന്ന്. ചികിത്സിക്കുവാൻ ഒരൊറ്റ പൈസ പോലും ഇല്ലാത്ത അവസ്ഥ, അത് ഇരട്ടി പ്രശ്നമാണ്. എന്നാൽ അയാൾ ഈ ലോകത്തിൽ തനിയെ അല്ല എന്നത് നല്ല കാര്യമല്ലേ? ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സഹായത്തിന് ആരുമില്ലാതെ തനിയെ ജീവിക്കേണ്ട അവസ്ഥ അനേകർക്കും ഉണ്ടാകാറുണ്ട്. ആരും കരുതുവാനില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ
9 നല്ല കാര്യം വേറെ ഉണ്ടെന്ന് മറക്കരുത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം അവൻ്റെ ഭാരങ്ങളെയല്ല, അനുഗ്രഹങ്ങളെ എണ്ണുവാൻ അവന് ശക്തി നൽകുന്നതായിരിക്കണം. അടുത്ത ഒരു കാര്യം പൗലോസ് പറയുന്നത് സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു എന്നത്രേ. നിങ്ങളുടെ പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെയും ചോർത്താതെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ, മാത്രമല്ല പ്രശ്നങ്ങളെക്കാൾ ഉപരി അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും താങ്കൾക്ക് നന്മ പ്രത്യാശിക്കാവുന്നതാണ്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇതിൻ്റെ അർത്ഥം എൻ്റെ സാഹചര്യങ്ങൾക്കപ്പുറമായി എനിക്കൊരു പ്രത്യാശയുണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. ഇതൊക്കെ വേദനയും ബുദ്ധിമുട്ടുകളും ഉള്ളതാണ്. ഇതിനപ്പുറം ഒരു വലിയ പ്രത്യാശയുണ്ട്. ഇയ്യോബിനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. മറ്റുള്ളവരുടെ കാര്യത്തിലാകുന്നു എങ്കിൽ ആരെയും ആശയറ്റവനായി തള്ളിക്കളയുവാൻ നമുക്ക് സാധിക്കില്ല. എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. പലപ്പോഴും അവൻ ശരിയാകുവാൻ പോകുന്നില്ല എന്ന് പലരെയും കുറിച്ച് നാം പറയാറില്ലേ? അവർ ശരിയാകണം എന്ന് വാസ്തവത്തിൽ നാം ആഗ്രഹിക്കുന്നുണ്ടോ? അവരെ നന്നാക്കുവാനുള്ള സ്നേഹം നമുക്ക് അവരോടുണ്ടോ? അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്നേഹമുള്ള ഒരു ഹൃദയം പ്രത്യാശയോടെ കാത്തിരിക്കും. ഒടുവിലായി പൗലോസ് പറയുന്നു, സ്നേഹമെല്ലാം സഹിക്കുന്നു എന്ന്. ഇവിടെ അധികം പറയേണ്ടതുണ്ടോ? പ്രത്യാശിക്കുന്നു എങ്കിൽ സഹിക്കുവാൻ, കാത്തിരിക്കുവാൻ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഭാവിയെക്കുറിച്ച് എനിക്കൊരു പ്രത്യാശയില്ല എങ്കിൽ ഞാൻ വർത്തമാനകാലത്തെ സഹിക്കില്ല. ഇന്നത്തേതെല്ലാം എനിക്ക് തലവേദനയായിരിക്കും. അതുകൊണ്ടാണ് അനേകരും ആത്മഹത്യയിൽ അവസാനിക്കുന്നത്. ദൈവസ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞും മറ്റുള്ളവരോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിന്നും ഒഴുകിയും ഇരിക്കുന്ന ഒരു ദൈവപൈതൽ പൊറുക്കുവാനും വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും സഹിക്കുവാനും പാടുപെടുകയില്ല. അതങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സ്നേഹം ഒരു വികാരമായി മാത്രം ഹൃദയത്തിൽ ഇരുന്നാൽ പോരാതെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പ്രകടമാക്കേണ്ടതാണ്. ക്ഷമയിലൂടെയും ദയയിലൂടെയും അസൂയയില്ലാതെയും നിഗളമില്ലാതെയും അത് പ്രകടമാക്കേണ്ടതാണ്. ഇതത്ര സ്നേഹത്തിൻ്റെ സവിശേഷാധികാരം. എത്ര മനോഹരമായ നിർവചനമാണ് നാം ഇവിടെ കാണുന്നത്, അല്ലേ? ഈ അളവിൽ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴവും ഉദ്ദേശശുദ്ധിയും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ സ്നേഹം, അതായത് നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരിശോധിക്കുമോ? ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വീട്ടിലുള്ളവരെ, ചുറ്റുപാടുമുള്ളവരെ, നമ്മളുമായി ബന്ധപ്പെടുന്ന മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ പഠനത്തിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഈ വചനവുമായി കൂടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.